ಕಾಸರಗೋಡಿನಲ್ಲಿ ಪ್ರಸಾದ್ ನೇತ್ರಾಲಯ ಸೂಪರ್ ಸ್ಪೆಷಾಲಿಟಿ ಕಣ್ಣಿನ ಆಸ್ಪತ್ರೆ ಆರಂಭಗೊಂಡಿದೆ. ಉದ್ಘಾಟನಾ ಸಮಾರಂಭದ ಪ್ರಾರಂಭದಲ್ಲಿ ಹೇಮಶ್ರೀ ಜಯಶ್ರೀ ನಂದಿನಿ ಪ್ರಾರ್ಥಿಸಿದರು. ಪ್ರಸಾದ್ ನೇತ್ರಾಲಯ ಸಮೂಹ ಆಸ್ಪತ್ರೆಗಳ ವೈದ್ಯಕೀಯ ನಿರ್ದೇಶಕ ಡಾಕ್ಟರ್ ಕೃಷ್ಣಪ್ರಸಾದ್ ಕೂಡ್ಲು ಪ್ರಾಸ್ತಾವಿಕ ಮಾತುಗಳನ್ನಾಡಿ ಸ್ವಾಗತಿಸಿದರು. ಸೂಪರ್ ಸ್ಪೆಷಾಲಿಟಿ ಆಸ್ಪತ್ರೆಯನ್ನು ಚಿನ್ಮಯ ಮಿಷನ್ ಕಾಸರಗೋಡು ಪ್ರಾದೇಶಿಕ ಮುಖ್ಯಸ್ಥರಾದ ಪರಮ ಪೂಜ್ಯ ಶ್ರೀ ವಿವಿಕ್ತಾನಂದ ಸರಸ್ವತಿ ಸ್ವಾಮೀಜಿ ದೀಪ ಬೆಳಗಿಸಿ ಉದ್ಘಾಟಿಸಿದರು. 2002ರಿಂದ ಉಡುಪಿಯಲ್ಲಿ ನೇತ್ರ ಚಿಕಿತ್ಸಾ ಕೇಂದ್ರ ಮೂಲಕ ಸ್ಥಾಪಿತವಾಗಿರುವ ಪ್ರಸಾದ್ ನೇತ್ರಾಲಯ ಇವತ್ತು 2024ನೇ ಕೇರಳ ರಾಜ್ಯದ ಕಾಸರಗೋಡಿನಲ್ಲಿ ನೂತನ ಕೇಂದ್ರ ಸ್ಥಾಪಿಸುವಂತೆಗೆ ಹೆಮ್ಮರವಾಗಿ ಬೆಳೆದಿರುವಂತಹದ್ದು. ಕಾಸರಗೋಡು ಡಾಕ್ಟರ್ ಕೃಷ್ಣಪ್ರಸಾದ್ ಕೂಡ್ಲು ಅವರ ಹುಟ್ಟಿದ ಜಿಲ್ಲೆಯ ಕೂಡ ಅವರು 2002ರಿಂದ ಪ್ರಸಾದ್ ನೇತ್ರಾಲಯವು ಹಲವಾರು ಸಂಸ್ಥೆಗಳ ಮುಖಾಂತರ ನೇತ್ರಜ್ಯೋತಿ ಚಾರಿಟಬಲ್ ಟ್ರಸ್ಟ್ನ ಕಣ್ಣಿನ ಗರಿಗುಂಡಿ ನಂತರ ಮಾತನಾಡಿದ ಅವರು, ಆರೋಗ್ಯ ಕ್ಷೇತ್ರದಲ್ಲಿ ಅತ್ಯಂತ ಹಿಂದುಳಿದ ಕಾಸರಗೋಡಿನಲ್ಲಿ ಪ್ರಸಾದ್ ನೇತ್ರಾಲಯ ಸೂಪರ್ ಸ್ಪೆಷಾಲಿಟಿ ಕಣ್ಣಿನ ಆಸ್ಪತ್ರೆ ശുഭാരംഭಗೊಂಡಿರುವುದು ഓണംನ ಕೊಡುಗೆ ಎಂದರು. സ്വന്തം നാടായിട്ടുള്ള കാസർഗോഡിന് ഒരു സംഭാവനയായിട്ട് എനിക്ക് തോന്നുന്നത് ഓണം വരാൻ പോവുകയാണ്. ഈ മാസം 15-ാം തീയതി ഇതൊരു ഓണ സംഭാവനയായിട്ട്, ഓണ സമ്മാനമായിട്ട്, ഗിഫ്റ്റ്, ഓണം ഗിഫ്റ്റ് ഫോർ കാസർഗോഡ് പീപ്പിൾ ദാറ്റ് ന്യൂ നേത്രാലയ യൂണിറ്റ് ഈസ് ഓപ്പൺഡ് ഹിയർ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇവിടെ ഉള്ള ആൾക്കാർക്ക്, കാസർഗോഡും ചുറ്റിലുമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇതിലൊരു അനുഗ്രഹമായിട്ട് തീരും. നമ്മുടെ ശരീരത്തിന് 5 ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ: ശ്രോത്രം, ചക്ഷു, സ്പർശനം, രസനം, ഘ്രാണം. പഞ്ചേന്ദ്രിയങ്ങളാണ്. ഈ പഞ്ചേന്ദ്രിയങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട MP പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നേത്രങ്ങൾ, കണ്ണ്. നമ്മുടെ ദൃഷ്ടി മങ്ങിയാൽ, നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ദൃഷ്ടിയില്ലെങ്കിൽ നമുക്ക് ഈ പ്രപഞ്ചത്തിലെ 5-1 അനുഭവങ്ങൾ നിഷേധിക്കപ്പെടുക മാത്രമല്ല, ഈ ലോകത്തിൻ്റെ സുന്ദര രൂപങ്ങൾ നമുക്ക് നിഷേധിക്കപ്പെടുകയാണ്. ನೂತನ ಚಿಕಿತ್ಸಾ ಕೇಂದ್ರವನ್ನು ಕಾಸರಗೋಡು ಸಂಸ್ಥಾ ರಾಜಮೋಹನ್ ಉಣ್ಣಿತಾನ್ ಉದ್ಘಾಟಿಸಿದರು. അദ്ദേഹം ഈ കാസർഗോട്ടെ ആരോഗ്യ മേഖലയിലെ പിന്നോക്കാവസ്ഥ പരിഗണിച്ച് ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് കണ്ണ്. കണ്ണില്ലെങ്കിൽ നമുക്ക് ലോകത്തെ കാണാനാവില്ല. ലോകത്തിലേക്കുള്ള ജാലകമാണ് നമ്മുടെ കണ്ണ്. ആ കണ്ണ് തലച്ചോറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അവയവമാണ്. അപ്പൊ സ്വാഭാവികമായി കണ്ണില്ലെങ്കിൽ ഒരാളിന് ഈ ലോകത്തെ കാണാനോ ഈ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനോ പരസ്പരം കുടുംബാംഗങ്ങളെ കാണാനോ ഒന്നും സാധിക്കാത്ത അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമായ കണ്ണ് ആധുനിക കാലഘട്ടത്തിൽ വൈദ്യശാസ്ത്രം വളരെ പുരോഗമിച്ചിരിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം, ഇന്ത്യയിൽ പല സ്ഥലത്തും, മദ്രാസിലും അതുപോലെ തന്നെ മധുര അടക്കമുള്ളിടത്ത് അരവിന്ദ് ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. അവിടെ പോയിട്ടുള്ളവർക്കറിയാം. അവിടെ പോയി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞൊരു കൂപ്പൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 10-25 കൗണ്ടറുകളാണ് കണ്ണിൻ്റെ പരിശോധനയ്ക്കായി അയക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സമഗ്രമായ പരിശോധനയിലൂടെ കണ്ണിൻ്റെ അസുഖം മാറ്റിയെടുക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉടനീളമുണ്ട്, രാജ്യത്തുമുണ്ട്, സംസ്ഥാനത്തുമുണ്ട്. പക്ഷെ കാസർഗോട്ട് കണ്ണിന് മാത്രമായി സ്പെഷ്യലൈസ് ചെയ്ത ഒരു ആശുപത്രി നടാടെയാണെന്ന് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും. അതുകൊണ്ട് കാസർഗോഡുകാരുടെ കണ്ണിന് വരുന്ന അസുഖങ്ങളായ ഗ്ലൂക്കോമ, അതുപോലെ തന്നെ കോർണിയ, കറ്ററാക്ട്, അതുപോലെ ചെങ്കണ്ണ്, കണ്ണിനകത്ത് വരുന്ന കലകൾ, ആ കലകളുമായി വന്ന ഫ്ലോട്ടർ, അതൊക്കെ കണ്ണിൻ്റെ അസുഖങ്ങളായി മാറുമ്പോൾ ഇന്ന് അത്യന്താധുനികമായ ചികിത്സാ രീതികൾ അതിനുണ്ട്.
ಕಾಸರಗೋಡು ಶಾಸಕ ಎನ್ ಎ ನೆಲ್ಲಿಕುನ್ನು ಅಧ್ಯಕ್ಷತೆ ವಹಿಸಿದ್ದರು. ಉದುಮ ಶಾಸಕ CH ಕುഞ്ഞಮ್ಮು ಶಸ್ತ್ರಚಿಕಿತ್ಸಾ ಕೊಠಡಿಯನ್ನು ಉದ್ಘಾಟಿಸಿ ಮಾತನಾಡಿದರು. ಕಾಸರಗೋಡು ನಗರಸಭಾ ಅಧ್ಯಕ್ಷರಾದ ಅಬ್ಬಾಸ್ ಬೇಗಂ, ವಿಪಕ್ಷ ನಾಯಕರಾದ P. ರಮೇಶ್, ನಗರಸಭಾ ಸದಸ್ಯೆ ಶ್ರೀಲತಾ, ಸನ್ಫ್ಲವರ್ ಕಟ್ಟಡ ಮಾಲಕ ಕುಮರುದ್ದೀನ್, ಗುತ್ತಿಗೆದಾರರಾದ ಮೊಹಿನ್ ಕೆ, ನಿವೃತ್ತ ಅರಣ್ಯ ಸಂರಕ್ಷಣಾಧಿಕಾರಿ ಹಾಗೂ ಪ್ರಸಾದ್ ನೇತ್ರಾಲಯದ ನಿರ್ದೇಶಕರಾದ K. ರಘುರಾಮ್ ರಾವ್ ಮುಖ್ಯ ಅತಿಥಿಗಳಾಗಿದ್ದರು. ನಿರ್ದೇಶಕಿ ರಶ್ಮಿ ಕೃಷ್ಣಪ್ರಸಾದ್, ನೇತ್ರಾಲಯದ ಕಾಸರಗೋಡಿನ ನಿರ್ದೇಶಕರಾದ ಡಾಕ್ಟರ್ ವೃಂದಾ ವಿಶ್ವನಾಥನ್, ಡಾಕ್ಟರ್ ಜಾಗೋಬ್ ಜಾಕೋ, ಡಾಕ್ಟರ್ ಶಿಬಿನ್ ಗಿರೀಶ್, ಡಾಕ್ಟರ್ ಜಯಂತ್ ಉಪಸ್ಥಿತರಿದ್ದರು. ಕಟ್ಟಡದ ಮಾಲಕರಾದ ಕಮರುದ್ದೀನ್, ಗುತ್ತಿಗೆದಾರರಾದ ಮೊಹಿನ್, ರಾಜೇಶ್ ಕೂಡ್ಲು, ಪ್ರಾಜೆಕ್ಟ್ ಮ್ಯಾನೇಜರ್ ನಾಗರಾಜ್, ರಾಘವೇಂದ್ರ ಮುಳಿಯಾರು, ಪಂಚಾಯತ್ ಕಾರ್ಯದರ್ಶಿ ಪ್ರಶಾಂತ್ ಕುಮಾರ್, ಬಾಲಕೃಷ್ಣ ಭಂಡಾರಿ, ಅರುಣ್ ಶೆಟ್ಟಿ ಅವರನ್ನು സന്മാനിಸಲಾಯಿತು. കാരണം അത് അങ്ങനെയാണ്. ഇന്നലെയും വിളിച്ചു, ഇന്ന് രാവിലെയും വിളിച്ചു, ഒരാഴ്ച മുമ്പും വിളിച്ചു. ഇത് ഓർമ്മിപ്പിക്കുകയാണ് ഇങ്ങനൊരു പരിപാടി ഉണ്ടെന്നത്. അപ്പോൾ നിങ്ങളുടെ ആ പ്രവർത്തനം അതാണ് ഇവിടെ ധന്യമാക്കിയിരിക്കുന്നത്. ആ പ്രവർത്തനമാണ് നിങ്ങളെ എല്ലാ മേഖലയിലേക്കും നന്മയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ പ്രസാദ് നേത്രാലയത്തിൻ്റെ ആളുകൾ, അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെ പറഞ്ഞത്, പ്രസാദ് അവർക്ക് പറഞ്ഞത്, കാസർഗോഡ് നഗരസഭയുമായി ടൈപ്പ് ചെയ്ത് വാർഡ് തലങ്ങളിൽ നേത്ര പരിശോധനത്തിൻ്റെ ക്യാമ്പ് നടത്താൻ തയ്യാറാണെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്യാമ്പുകളിൽ പാവപ്പെട്ട ആളുകൾക്ക് പരിശോധന നടത്തുകയും അവർക്ക് വേണ്ട മരുന്നുകളും കണ്ണടകളും ഒക്കെ കൊടുക്കുവാൻ അവർ തയ്യാറായിട്ടുണ്ട് എന്ന് കാസർഗോഡ് നഗരസഭയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് നമ്മോട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ആ പ്രസാദ് നേത്രാലയത്തിൻ്റെ ആ സമ്മാനം ഏറ്റുവാങ്ങാൻ കാസർഗോഡ് നഗരസഭ ഇരുകൈയ്യും നീട്ടി സ്വീകരിക്കുകയാണ്. പ്രധാനപ്പെട്ട ഭരണാധികാരികളല്ലേ, ഭരണത്തിലെ വികസനം കൊണ്ടുവരേണ്ടവർ തന്നെ വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിനത് സഹിച്ചിട്ടില്ലായിരിക്കാം. ഈ വേദിയിലെ ഈ ആശുപത്രിയോടൊപ്പം തന്നെ പൊതുപ്രവർത്തനവും ഒരു സമ്മേളിച്ച ഉദ്ഘാടന സദസ്സാണ് ഇവിടെ. എല്ലാ ജനപ്രതിനിധികളൊക്കെ വന്നപ്പോൾ ആശുപത്രിയെ പറ്റി പറയുന്നത് ഉപരിയായിട്ട് വികസന കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖലയിൽ വളരെ പിന്നാക്കമെന്ന് പറയാൻ സാധിക്കും. ചെറിയൊരു അസുഖം വന്നാൽ പോലും ചികിത്സ ഇവിടെ സാധിക്കില്ല എന്നുള്ള ഒരു ചിന്താഗതി ഇവിടുത്തെ ആളുകൾക്കുണ്ട്. വളരെ പെട്ടെന്ന് കാസർഗോഡിന് അല്ലെങ്കിൽ തൊട്ടടുത്ത മംഗലാപുരത്തേക്ക് കൊണ്ടുപോകണമെന്നുള്ള ചിന്തയാണ് ആശുപത്രിയിൽ അഡ്മിറ്റാകാൻ വരുന്ന ഓരോ രോഗിക്കുമുള്ളത്. അതിന് സഹായകരമാകുന്ന രീതിയിൽ ആ ചിന്ത മാറ്റുന്നതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു ആശുപത്രി ഇവിടെ Even I used to send patients from Bangalore to Udupi for treatment. This was the confidence of the care taken by the doctors and the paramedical staff in treating the patients. Also, he went around Karnataka doing a lot of camps. He has spread now across many other states, and this is the first step in Kerala at Kasaragod. So I am sure that this will be an example in Kerala for the high quality of treatment which is given internationally. You don't have to go abroad. You can come to Kasaragod, to Prasad Netralaya, and whatever treatment is being taken, done across the world, you will have the best technology here. ಡಾಕ್ಟರ್ ಬಾಲಕೃಷ್ಣ ಮದ್ದೋಡಿ, ದಿವಾಕರ ಉಪ್ಪಳ ಕಾರ್ಯಕ್ರಮ ನಿರೂಪಿಸಿದರು.